ശരണ്യ എന്തോ ആഹാ ഇന്നെന്താണെന്ന് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ല. നമ്മുടെ കൂട്ടുകാർ പറഞ്ഞത് അപ്പം ഉണ്ടാക്കി കാണിക്കണമെന്ന്. ആ ഇന്നലെ ദോശയുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പം ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മൾ അപ്പം ഉണ്ടാക്കി കാണിക്കാൻ പോവാ. നമ്മുടെ മാവ് പൊങ്ങി നോക്കാം. അപ്പൊ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞില്ല. ഹായ് കൂട്ടുകാര്. ഹായ് കൂട്ടുകാരെ, ഷിജു ചാനലിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് അപ്പത്തിന്റെ മാവ് പൊട്ടിക്കാം. അപ്പത്തിന്റെ നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തതാണ്, എന്നാലും നമ്മള് ഒന്നുകൂടി കാണിക്കാം. കൂട്ടുകാരെ നല്ല അടിപൊളി അപ്പാണ് അല്ലേ കൂട്ടുകാരെ? കണ്ട മാവൊക്കെ അങ്ങോട്ട് പൊളിച്ച് പൊങ്ങിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇനി അങ്ങോട്ട് അപ്പച്ചട്ടി വെച്ച് അങ്ങോട്ട് ചൂടാ. കൂട്ടുകാരെ അങ്ങനെ അതെ അപ്പച്ചട്ടിയൊക്കെ വെച്ച് ഇതേ ശരണ്യ അതെ അപ്പം ചുടാനായിട്ട് പോണ്. നമ്മുടെ അമ്മയാണെങ്കിൽ ഇതേ കണ്ട അപ്പൊ ഇവിടെ മഴയൊക്കെ മാറി എല്ലായിടത്തും അതെ ഇന്നിപ്പോ രാവിലെ നല്ല വെയില് വന്നുണ്ട്. വെള്ളമൊക്കെ പറ്റിയല്ലേ നമുക്ക്. അങ്ങനെ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് നമ്മുടെ വെള്ളം പറ്റും. അപ്പൊ അങ്ങനെ ഇനി മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാരും എന്നാലും ഞങ്ങൾക്ക് തന്ന ആ സ്നേഹത്തിനും കരുതലിനൊക്കെ ഒരുപാട് കാരണം വെള്ളം കയറിയപ്പോൾ ഒത്തിരി പേര് കമന്റിലൂടെയും വിളിച്ചും ഒക്കെ തിരക്കി. അതെ, ചിലർക്കൊന്നും കമന്റ് ഇടാൻ സാധിക്കില്ല, കാരണം ഈ TV കാണുന്ന വീഡിയോസിനൊന്നും കമന്റ് ഇടാൻ സാധിക്കത്തില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതെ, അപ്പം ചുട്ടോണ്ടിരിക്കുകയാണ് ശരണ്യ. പിന്നെ അപ്പം ചുടണത് അല്ലേ ഒത്തിരി ഉണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ്. അതെ അതെ, അതുപോലെ ഒരു ദിവസം നമ്മൾ കിഴി പൊറോട്ട ചെയ്യും. കാരണം നമ്മളവിടെ ഒരു അമ്മലി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കിഴി പൊറോട്ട ചെയ്യുന്ന. അത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കും. അമ്മലി ചേട്ടൻ എന്ന് വെച്ചെന്നാൽ നമ്മുടെ പട്ടാളക്കാരനാണ്. അപ്പം അവിടെ നിന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞ് അവിടെ ഒത്തിരി കൂട്ടുകാരുണ്ട് അമലിയേട്ടൻ്റെ കൂടെ ഉള്ള. അപ്പം അവരെല്ലാരും കൂടി പറഞ്ഞ് കിഴിപ്പൊറോട്ട ചെയ്യണമെന്ന്. ശരണ്യ ഉറപ്പായിട്ടും ചെയ്യുന്നതാ. ആണല്ലേ? കണ്ട ശരണ്യ ഡേറ്റ് മഴ ഇല്ലെങ്കിൽ കണ്ട് ആസ്വദിക്കാനൊരു മനസ്സും വേണ്ടേ എല്ലാവർക്കും അല്ലേ? അതെ അതെ, മഴയും വെള്ളമൊക്കെ ആകുമ്പോ എല്ലാവരുടെയും മനസ്സ് വേറെ അല്ലേ? അത് നേരാണമ്മ. നമ്മുടെ അപ്പം എന്താ ഞാൻ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടായിപ്പോയാൽ കരിഞ്ഞു പോയല്ല, അതുകൊണ്ടാ ചോദിച്ചേ. അപ്പൊ ശരണ്യ ഇനി എങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോകും? പോണ വഴിയെല്ലാം വെള്ളമാണ്. അതെ, എന്താ കണ്ടാ കൂട്ടുകാരെ അപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പൊ ശരണ്യ അതാണ് ചട്ട നടന്ന് മുഹമ്മക്ക് പോണണ്ടായി. ആഹാ കണ്ട അപ്പം കണ്ട അടിപൊളി അപ്പാണ് കണ്ട. അങ്ങനെ ശരണ്യതേ വീണ്ടും വീണ്ടും അപ്പം ചുട്ടണ്ടിരിക്കുന്നു കണ്ട. അടിപൊളിയാണ്. ശരണ്യ അതിന്റെ കൂടെ കറങ്ങിയാണ് അപ്പം കറക്കണ കൂടെ. നമ്മളെ കൂട്ടുകാരൻ മുട്ടക്കറി കാണിച്ചില്ല കണ്ട കൂട്ടുകാരെ, അടിപൊളി മുട്ടക്കറിയാണ് കണ്ട. സൂപ്പർ മുട്ടക്കറി. അപ്പൊ എല്ലാരും പോലും നമുക്ക് ഒന്നിച്ച് നിന്ന് അപ്പോ മുട്ടക്കറിയും കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് പോകാം. അതുപോലെ അതെ ഈ നല്ല പാലപ്പോ കണ്ട അപ്പം കണ്ട സൂപ്പർ. അപ്പൊ ഇതിലായിട്ട് അങ്ങോട്ട് മുട്ടക്കറി വെച്ച് അങ്ങോട്ട് തിന്നണം. നല്ല ചിക്കൻ കറിയാണ്. ചരണിയൊക്കെ അതാണ് ഇഷ്ടമല്ലേ? അപ്പൊ കൂട്ടുകാരെ അതെ നമ്മുടെ അമ്മയാണെങ്കിൽ വാഴയില എടുക്കാൻ പോയിരിക്കുകയാണ് അല്ലേ? അതെ അതെ അതെ, ഇത് കണ്ട ഒരാൾ വാഴയിലൊക്കെ ആയിട്ട് തന്നെ കണ്ട. അങ്ങനെ വാഴയില കഴുകിയൊക്കെ എടുത്തതാണ് കേട്ടാ. അമ്മ പുറത്തെ പൈപ്പിൽ കഴുകി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ വെച്ചാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പം തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഈ ചൂടപ്പൊക്കെ ഇതുമേ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതെ, അപ്പൊ വീണ്ടും ഒഴിച്ചോണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറക്കാൻ. അതിന്റെ ഒപ്പം കിടന്ന് കറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ബാക്കി കൂടിയൊക്കെ ചുട്ടിട്ടൊക്കെ കാണിക്കാം. അല്ലെങ്കിൽ എപ്പോഴും അപ്പം ചുടുന്ന ഒത്തിരി ഇതായി പോവും. ചുട്ടിട്ട് കാണിക്കാം. ശരണ്യ എന്താ ചുട്ടു തീർന്ന നമുക്ക് കഴിക്കാറായ ഇല്ല ഇല്ലേ? ഇല്ല ആ 4 അത്രേ ആയുള്ളൂ. 5 അപ്പം ആയതേ ഉള്ളൂ. അത്രേ ആയുള്ളൂ. അപ്പം നല്ല ദേ അമ്മ അവിടെ അച്ഛനോട് എന്തോ വർത്താനം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛൻ ദേ ഇപ്പൊ വരുമെന്ന് തോന്നണം അടുക്കളയിലാട്ട്. എന്തോ അവര് രണ്ടും കൂടെ പറഞ്ഞോണ്ടിരിക്കും. അതെ. അപ്പൊ ഇതെന്നാ മറ്റേ ഡാൻസ് ഭരതനാട്യം കളിക്കണ പോലെയാണല്ലോ അപ്പം ചുടുന്നത്. ഞാൻ ഏതായാലും പരിണത്തെ കളിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ അപ്പം ഇരുന്ന് കളിച്ചു പോകും. ആ സന്തോഷമൊക്കെ കണ്ട അത് ചിറ്റിക്കണുണ്ട്. ശരണ്യ പായ്പാട്ട് വിളിച്ച് തിരക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവർക്ക് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരിക്കുന്നു. അവിടെ വെള്ളമൊന്നും കയറത്തൊന്നുമില്ല. വെള്ളമൊന്നുമില്ല, സുരക്ഷിതരാണ്. നമ്മുടെ കൂട്ടുകാരോട് പറയണ്ടേ? അവിടെ നന്നായിട്ടിരിക്കുന്നു. കാരണം ശരണ്യ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനെപ്പോഴും ഹാപ്പിയാ. ശരണ്യ എന്താ നമ്മുടെ അച്ഛൻ വന്നു. കണ്ട കണ്ട അടിപൊളി അപ്പാണ് അച്ഛൻ്റെ അപ്പത്തേട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നല്ല അപ്പാണ്. ഇന്നെന്താണ് ഇന്ന് പ്രത്യേകിച്ച് വാഴയിലൊക്കെ വെട്ടി വെച്ച് അപ്പം കണക്കുമ്പോ അങ്ങനെ വേണം. അച്ഛൻ കാണാറില്ലല്ലോ. പിന്നെ ഒരെണ്ണം ഞാനുമായിട്ട് വർത്താനം പറഞ്ഞു വന്നപ്പോ ഇച്ചിരി മൂത്തുപോയി. അതിതല്ലേ ആ അങ്ങനെ ചെറിയ ചട്ട എടുക്കാൻ അയ്യോ നല്ല ചെറിയ ചട്ട നല്ലതായിരുന്നല്ലേ. ഞാൻ അതിങ്ങനെ നൈസായിട്ട് വേണം ചൂടാൻ. ഞാൻ നൈസാക്കി ചൂടാൻ. ഇന്നലത്തെ വീഡിയോയിൽ അച്ഛന് ഭയങ്കര തിരക്കായിരുന്നല്ലേ. ഞാൻ എനിക്ക് 2 നാട്ടിൽ പോകാനുള്ള തിരക്കിലാണ്. ഞാൻ ഇന്നലെ ആ കാപ്പ് കുടിക്കുന്ന സമയത്തിനായിരിക്കണം അല്ലേ വീഡിയോ എടുക്കാൻ. നമ്മുടെ അച്ഛന്റെ വണ്ണം ഇച്ചിരി കുറഞ്ഞോന്നൊരു ഡൗട്ട്. എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോ ശരിയായിരിക്കാം. ഇച്ചിരി വണ്ണം കുറഞ്ഞ് ഷർട്ടൊക്കെ ലൂസായി. അല്ല ചില ഷർട്ട് അങ്ങനെയാണ്, ഷർട്ടിന്റെ ഉണ്ടാവും അങ്ങനെ തോന്നുന്നുണ്ടോ? അച്ഛനപ്പ ഇനി ശരിയായിരിക്കും. എനിക്ക് തോന്നാതില്ല. എനിക്ക് കൊണ്ട് ചെറിയൊരു അച്ഛൻ ഭക്ഷണം കഴിക്കണൊക്കെ കുറവാണ് ശരണ്യ. ഇച്ചിരി വണ്ണം കുറഞ്ഞു പോയി. ഞാനൊരു ലിമിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അല്ലാതെ ഒത്തിരി ഓവറായ ഭക്ഷണം ശരണ്യൊക്കെ അറിയല്ല. എന്താ പറയാ ശരണ്യയുടെ വണ്ണം ശരണ്യ കീപ്പ് ചെയ്യണോണ്ടാണ് എന്താ പറഞ്ഞില്ലേ, വെയിറ്റുള്ള ആളാണ് നിക്കണമെന്ന് അറിയാവാ. ഭയങ്കര വണ്ണല്ലേ, ഭയങ്കര വണ്ണം. അത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. നേരത്തെ ഷിജിമോന് നേരത്തെ പണ്ട് വണ്ണം ഉണ്ടായിരുന്നു. എന്റെ പഴയ വീഡിയോ കാണുമ്പോ എനിക്ക് തന്നെ ചിരി വരും. ഒരു ഇത് കാണുമ്പോ ഇപ്പൊ ഷിജിമോന് ഒന്നും ഇല്ലാതെ. എന്നാലും അതല്ലല്ല അച്ഛനൊക്കെ എന്ന് വെച്ചാ ഈ പ്രായത്തിൽ അടുക്കള അച്ഛൻ വീണ്ടും ഏറ്റെടുത്ത് നൈസായിട്ട് ഉണ്ടാക്കാനാ. എന്ത് അപ്പൊ നീക്കറിയാം ശരണ്യ അതിനി പോരിയല്ല ശരണ്യ. ഇത് കണ്ട മാറി നിന്നോ. അല്ല ഈ ചട്ടയെ ഇതെന്താ പറയാ, ഈ ചട്ട ഇത് പറ്റിയല്ല. കാര്യം ഈ ചട്ടിക്ക് പറ്റിയ ചട്ടല്ല, ചെറിയ ചട്ട. അപ്പൊ ഏതായാലും അച്ഛനും മകളും കൂടി ഇതൊക്കെ ചുട്ടൊക്കെ ഇടുക. ഒരെണ്ണം കൂടി ഒഴിക്കണം കൂട്ടുകാരെ കാണിച്ചത്. പിന്നെ അങ്ങനെ വേണം, ഇച്ചിരി വേണം ശരി. അങ്ങനെ അച്ഛൻ്റെ അപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതേ കണ്ട അടിപൊളിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി കാത്തിരിക്കാം. അപ്പൊ കൂട്ടുകാരെ എന്നിട്ട് ഇനി ഞങ്ങൾ ശരണ്യ ഒരപ്പം തിന്ന് കാണിച്ചു കൊടുക്കാവോ നമ്മുടെ കൂട്ടുകാരെ?
കഴിയാനായിട്ടാണ് ഞാൻ ഈ മടിച്ച് ആഹാരം കഴിക്കാൻ പറയുമ്പോ ഇതാണ് പരിപാടി. അതാണ് കാര്യം. അല്ല വേറെ എന്നല്ലേ ഞാൻ ഞാൻ സത്യത്തിൽ ഒരപ്പം എടുക്കത്തുള്ളൂ. അപ്പൊ കൂട്ടുകാർക്ക് ഇത്ര ഒരപ്പേ തിന്നുള്ളൂ കൂട്ടുകാരെ ശരണ്യ. അതാണ് എങ്ങനെ ഞാൻ കാണിക്കുന്നത്. ഒരു ദോശ ഒരപ്പം. ഇതൊക്കെയാണ് ശരണ്യയുടെ ഭക്ഷണ രീതി. കൂട്ടുകാരെ വീട്ടിൽ എന്തൊക്കെയാണ് രാവിലത്തെ കാപ്പിന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങളിവിടെ അപ്പവും മുട്ടക്കറി. ഞങ്ങൾക്ക് അപ്പം മുട്ടക്കറി. അതെ. അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ രാവിലത്തെ വീഡിയോ ഒന്ന് കാണിച്ചെന്നേ ഉള്ളു. കാരണം ഞങ്ങൾക്ക് സെയില് പോണം. സെയില് കഴിഞ്ഞ ദിവസം ഒന്നും പോകാഞ്ഞ കാരണം ഇന്ന് സെയില് പോണം. പിന്നെ ഈ മഴയായിട്ട് ചെറിയ ചെറിയ വീഡിയോ ഇപ്പൊ എടുക്കാറുള്ളൂ. പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. കാരണം വെള്ളം വന്ന് ഇങ്ങനെ ഇറന്നിട്ട് അതിൻ്റെതായ ചെറിയ കാര്യങ്ങളൊക്കെ അഴുക്കളൊക്കെ ഇനി അതൊക്കെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയാണ്. അപ്പൊ ചെറിയ വീഡിയോ നിങ്ങൾക്ക് അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. തന്നെ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്ര ഉള്ളു. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ.